ഇന്ന് നമ്മൾ നോക്കുന്നത് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫോർ SSC ആണ് ഫ്രേസസ്. വാട്ട് ആർ ഫ്രേസസ്? ഫ്രേസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഹീ ലിവ്സ് ഇൻ എ റൂം എന്നുള്ളൊരു സെൻറ്റൻസ് ആണെങ്കിൽ ഇതിൽ ഇൻ എ റൂം മാത്രം ഞാൻ കൺസിഡർ ചെയ്താൽ ദീസ് ആർ ജസ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, പക്ഷെ ഇതിനൊരു സ്പെസിഫിക് മീനിങ് ഒന്നും കൺവേ ചെയ്യുന്നില്ല അല്ലേ. ഇറ്റ്സ് ഒരു വിത്തൗട്ട് കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ ഇൻ എ റൂം ഇസ് ജസ്റ്റ് എ കളക്ഷൻ ഓഫ് വേർഡ്സ്. അങ്ങനെയുള്ള കളക്ഷൻ ഓഫ് വേർഡ്സിനെയാണ് ഫ്രേസ് എന്ന് പറയുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രേസസ്. നമുക്ക് ഇങ്ങനെ തരുന്ന ക്വസ്റ്റനിൽ ദ ഹൈലൈറ്റഡ് പാർട്ട് വുഡ് ബി ദ ടൈപ്പ് ഓഫ് ഫ്രേസ് ദാറ്റ് വി ഹാവ് ടു ഐഡന്റിഫൈ. ടു സോൾവ് ദിസ് പസിൽ വിൽ റിക്വയർ പേഷ്യൻസ്. ടു സോൾവ് ദിസ് പസിൽ ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ടു സോൾവ് ദിസ് പസിൽ. ഇതിൽ ടു സോൾവ് എന്നുള്ളൊരു ഭാഗം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. വെനെവർ യു ആർ ട്രൈങ് ടു ഐഡന്റിഫൈ ദ ഫ്രേസ്, നമ്മൾ അതിലെ വേർബ് എന്ത് ഫോമിലാണെന്ന് നോക്കുന്നതായിരിക്കും ദ ബെസ്റ്റ് പാർട്ട്. അപ്പോൾ ടു സോൾവ്, വാട്ട് ഇസ് ടു പ്ലസ് ഒരു വേർബ് ഫോം? ടു പ്ലസ് വേർബ് എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റീവ് എന്നുള്ളൊരു ഫോമാണ്. ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വേർബ് ആണ് ടു പ്ലസ് വേർബ് ആയിട്ട് എഴുതുന്നത്. അപ്പോൾ ടു പ്ലസ് വേർബ് ആണ് ഇൻഫിനിറ്റീവ്. നമുക്ക് തന്നിരിക്കുന്ന ഹൈലൈറ്റഡ് പോർഷനിൽ വി ഹാവ് ദാറ്റ് ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വേർബ്. ടു സോൾവ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഈ ടു സോൾവ് ഇസ് ദ ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വേർബ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈപ്പ് ഓഫ് ഫ്രേസ് ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആൻ ഇൻഫിനിറ്റീവ് ഫ്രേസ്. അപ്പോൾ ആ ഫ്രേസിൽ എന്ത് ടൈപ്പ് ഓഫ് വേർബ് ആണ് ഉള്ളതെന്ന് നോക്കുക. നമ്മൾ ലൈക്ക് ഐ സെഡ്, നമ്മളിപ്പം ടൈപ്പ് ഓഫ് ഫ്രേസസ് നോക്കുമ്പോൾ നൗൺ ഫ്രേസ് ഉണ്ട്, ജെറൻഡ് ഫ്രേസ് ഉണ്ട്, അഡ്ജക്റ്റീവ് ഫ്രേസ് ഉണ്ട്. സോ ഹൈലൈറ്റഡ് പോർഷനിൽ എന്താണെന്ന് നോക്കുക, അതനുസരിച്ച് യു ഹാവ് ടു ഐഡന്റിഫൈ. ഈ ക്വസ്റ്റനിൽ ഇറ്റ് ഇസ് ടു സോൾവ്. ദാറ്റ് മീൻസ് ടു സോൾവ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആണ്. ഹെൻസ് ദിസ് ഇസ് എൻ ഇൻഫിനിറ്റീവ് ഫ്രേസ്. താങ്ക് യു.